ഗഗനോയിഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബാബു. ഇത് 433 MHz RF ട്രാൻസ്മിറ്റർ ആൻഡ് റിസീവർ മോഡ്യൂളാണ്. ഇത് നമുക്ക് പെയറായിട്ടേ വാങ്ങിക്കാൻ കിട്ടുള്ളൂ, അല്ല ഒരുമിച്ചേ വാങ്ങിക്കാൻ കിട്ടുള്ളൂ, ഒറ്റയ്ക്ക് വാങ്ങിക്കാൻ കിട്ടില്ല. പിന്നെ ഇതാണ് അതിൻ്റെ റിസീവർ മോഡ്യൂൾ ഈ നീളമുള്ളത്. ഇത് വർക്ക് ചെയ്യുന്നത് ആംപ്ലിറ്റ്യൂഡ് ഷിഫ്റ്റ് കീയിങ് എന്ന് പറയുന്ന ടെക്നിക്ക് യൂസ് ചെയ്ത്, അതായത് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനിലുള്ള ഒരു ടെക്നിക്കാണ് ആംപ്ലിറ്റ്യൂഡ് ഷിഫ്റ്റ് കീയിങ്. അതുകൊണ്ട് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ റേഞ്ച് ഭയങ്കര കൂടുതലാണ്. പിന്നെ ഇത് വർക്ക് ചെയ്യുന്നത് 3.3 വോൾട്ട് മുതൽ 5 വോൾട്ട് വരെ. 5 വോൾട്ടിൻ്റെ മുകളിൽ കൊടുത്തു കഴിഞ്ഞാൽ ഈ സാധനം അടിച്ചു പോകും. പിന്നെ നമ്മൾ ഇതിനകത്ത് ഡേറ്റ സീരിയലായിട്ടാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒറ്റ ഡേറ്റ പിന്നേ ഉള്ളൂ ഇതിനകത്ത്. രണ്ടാമത്തെ പിന്നാണ്, ലെഫ്റ്റിൽ നിന്ന് രണ്ടാമത്തെ പിന്നാണ് ഡേറ്റ പിൻ. അത് സീരിയലായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ ഇതാണ് അതിൻ്റെ ട്രാൻസ്മിറ്റർ പാർട്ട്. ട്രാൻസ്മിറ്റർ പാർട്ട് നിങ്ങൾക്ക് അറിയാം, വളരെ ചെറുതാണ് സംഭവം, പക്ഷേ നല്ല റേഞ്ച് ഉണ്ട്. ഇതും 3.3 to 5 വോൾട്ടേജിലാണ് വർക്ക് ചെയ്യുന്നത്. നമ്മൾ ഇതിനകത്ത് ഡേറ്റ സീരിയലായിട്ട് കൊടുക്കാൻ വേണ്ടി നമ്മളൊരു എൻകോഡർ യൂസ് ചെയ്യും. എൻകോഡർ മാത്രമല്ല, നമുക്ക് അതിൻ്റെ ഡീകോഡറും വേണം. അതായത് റിസീവറിൽ ഡീകോഡറും നമ്മൾ യൂസ് ചെയ്യും, ട്രാൻസ്മിറ്ററിൽ എൻകോഡറും യൂസ് ചെയ്യും. ഇതാണ് ആ എൻകോഡർ, HT12E എന്ന് പറയുന്ന ഒരു എൻകോഡർ. ഇതിനകത്ത് അഡ്രസ് ബിറ്റും ഉണ്ട്, നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഇത് അതിൻ്റെ ഡീകോഡർ HT12D. ഇത് രണ്ടും ഒരു 4 ബിറ്റ് എൻകോഡറാണ്. ഇത് 4 ബിറ്റ് ഡേറ്റയെ അഡ്രസ്സും കൂടെ ചേർത്ത് വെച്ച് സീരിയലായിട്ട് എൻകോഡ് ചെയ്ത് ട്രാൻസ്മിറ്ററിലോട്ട് സപ്ലൈ ചെയ്യും. ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ ട്രാൻസ്മിറ്റർ പാർട്ട് അസംബിൾ ചെയ്യാം, അതിനുശേഷം റിസീവർ പാർട്ടും അസംബിൾ ചെയ്യാം. ട്രാൻസ്മിറ്ററും റിസീവറും ടോട്ടലി ഇൻഡിപെൻഡൻറ്റ് മൊഡ്യൂൾ ആയത് കാരണം നമുക്ക് 1 by 1 ആയിട്ട് ചെയ്താൽ മതിയാവും. ഇത് വെച്ചിട്ടാണ് നമ്മളൊരു വയർലെസ് വാട്ടർ ലെവൽ ഇൻഡിക്കേറ്റർ ഉണ്ടാക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടായിരുന്നു ഞാനൊരു ഹൈ ലോ വാട്ടർ ലെവൽ ഇൻഡിക്കേറ്റർ വിത്ത് അലാറം ഉള്ളത്. അതിനകത്ത് ട്രാൻസ്മിറ്റർ, അതായത് വാട്ടർ ടാങ്കിൽ വരുന്ന സെക്ഷനിൽ നിന്നും റിസീവറിലോട്ട് നമ്മൾ വയർ ഉപയോഗിച്ചാണ് കണക്ട് ചെയ്തത്. അപ്പോൾ എത്ര നീളത്തിലാണ് റിസീവർ ഇരിക്കുന്നത് അത്രയും നീളത്തിന് വയർ ഇടേണ്ടി വരും. അതിനെ അവോയ്ഡ് ചെയ്തിട്ട് വയർലെസ് ആയിട്ടാണ് എല്ലാം ചെയ്യുന്നത്. മാത്രമല്ല, ഈ ട്രാൻസ്മിറ്റർ മോഡ്യൂളിൽ നമ്മൾ കൊടുക്കുന്ന പവർ സപ്ലൈ 3.7 വോൾട്ട് ലിഥിയം അയോൺ ബാറ്ററി, അതിനെ ചാർജ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു സോളാർ പാനലും കൂടെ വയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് പിന്നെ അങ്ങ് ഫോർഗെറ്റ് ചെയ്യാം, പിന്നെ അതിനെപ്പറ്റി ചിന്തിക്കുകയേ വേണ്ട. കാരണം വെച്ചാൽ സോളാർ പാനൽ വഴി ചാർജ് ആയിക്കോളും, രാത്രി മുഴുവൻ ഇത് കിടന്ന് വർക്ക് ചെയ്തോളും. പിന്നെ കാരണം വളരെ കുറച്ച് കറണ്ടേ ഈ ട്രാൻസ്മിറ്ററും എൻകോഡറൊക്കെ എടുക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് ഓവർനൈറ്റ് സുഖമായിട്ട് വർക്ക് ചെയ്യും, പിന്നെ പകലിരുന്ന് ചാർജും ആയിക്കോളും. സത്യം പറഞ്ഞാൽ ഇത് കോമൺ ബോർഡിൽ അസംബിൾ ചെയ്യാനാണ് ഏറ്റവും ഈസി, പെട്ടെന്ന് പരിപാടി തീരും. പക്ഷേ നമുക്ക് ഈ ഇലക്ട്രോണിക്സ് പഠിച്ചു വരുന്നവർക്കും കൂടെ ഹെൽപ്ഫുൾ ആവാൻ വേണ്ടിയാണ് ഞാനിത് പിന്നിൽ ഡയറക്റ്റായിട്ട് സോൾവ് ചെയ്യുന്നത്. പിന്നെ സർക്യൂട്ട് ഡയഗ്രാം ഫുൾ ഡീറ്റെയിൽസും ഞാൻ വീഡിയോ കൊടുത്തിട്ടുണ്ട്. അപ്പം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്ക് ആ സർക്യൂട്ട് ഡയഗ്രാം നോക്കി കോമൺ ബോർഡിൽ അസംബിൾ ചെയ്യാം. എൻ്റെ തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ വാട്ടർ ലെവൽ ഇൻഡിക്കേറ്റർ വിത്ത് ഹൈ ആൻഡ് ലോ അലാറം, അതിനകത്ത് എന്ത് വാട്ടർ ടെർമിനൽസ് ആണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടതെന്ന് ഞാൻ അതിനകത്ത് പറയുന്നുണ്ട്. കാരണം സ്റ്റെയിൻലെസ് സ്റ്റീലാണ് യൂസ് ചെയ്യേണ്ടത്, അതിനുള്ള റീസണും ഞാൻ അതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പം അതൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വന്നാൽ വളരെ ഹെൽപ്ഫുള്ളായിരിക്കും നിങ്ങൾക്ക്. ഈ ട്രാൻസിസ്റ്റർ യൂസ് ചെയ്യാതെ തന്നെ ചെറിയ ടെസ്റ്റിംഗ് പർപ്പസിനൊക്കെ നിങ്ങൾക്ക് ഇത് ഡയറക്റ്റായിട്ട് തന്നെ ഈ എൻകോഡർ ICയുടെ ഡേറ്റ ഇൻപുട്ട് പിന്നിൽ സിഗ്നൽ കൊടുക്കാൻ പറ്റും. പക്ഷേ എൻ്റെ വീട്ടിൽ 1000 ലിറ്ററിൻ്റെ ടാങ്കാണ് ഇരിക്കുന്നത്. ഞാൻ അതിനകത്ത് ഡയറക്റ്റായിട്ട് കൊടുത്തപ്പോൾ അത് പലതും ഫോൾസ് ആയിട്ടുള്ള സിഗ്നൽസാണ് വരുന്നത്. അതായത് സിഗ്നൽസ് കറക്റ്റായി കിട്ടുന്നില്ല ഇതിനകത്ത്. അപ്പോൾ അതിനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഈ ട്രാൻസിസ്റ്റർ യൂസ് ചെയ്തത്. അപ്പോൾ ട്രാൻസിസ്റ്ററിൻ്റെ ബേസിലായിരിക്കും നമ്മൾ നേരിട്ട് വാട്ടർ ടെർമിനൽസ് പിടിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് കളക്ടറിൽ നിന്ന് ഔട്ട്പുട്ട് എടുത്ത് നേരെ എടുത്ത് ഈ എൻകോഡർ ICയുടെ ഇൻപുട്ട് പിന്നുകളിൽ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് വയർലെസ് ആയത് കാരണം ട്രാൻസ്മിറ്റർ ടാങ്കിൻ്റെ മുകളിൽ ഫിക്സ് ചെയ്തിട്ട് റിസീവർ നിങ്ങൾക്ക് വീടിൻ്റെ എവിടെ വേണമെങ്കിലും ഫിക്സ് ചെയ്യാം. അതായത് നേരത്തെ ആയിരുന്നെങ്കിൽ വയേർഡ് ആയിരുന്നെങ്കിൽ എവിടെയാണോ റിസീവർ ഇരിക്കണം അത് അവിടം വരെ ട്രാൻസ്മിറ്ററിൽ നിന്ന് വയർ വലിക്കണം. ഇതാകുമ്പോൾ അതിൻ്റെ ഒരു കുഴപ്പങ്ങളും ഇല്ല. മാത്രമല്ല, എൻ്റെ വീട് 3 നില കെട്ടിടത്തിലാണ് ഇരിക്കുന്നത്. 3ാമത്തെ നിലയുടെ മുകളിലാണ്, ടെറസിലാണ് ടാങ്ക് ഇരിക്കുന്നത്. അവിടെ ട്രാൻസ്മിറ്റർ വെച്ചിട്ട് ഞാൻ റിസീവർ വെച്ചേക്കണം താഴത്തെ നിലയുടെ കിച്ചണിലാണ്. അപ്പോൾ അവിടെ വരെ വളരെ കറക്റ്റ് ഒരു കുഴപ്പവും ഇല്ലാതെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ റേഞ്ചിന് ഒരു പ്രശ്നവും ഇല്ല. ഇത് മാത്രമല്ല, ഇപ്പം ക്ലൈമറ്റും റേഞ്ചും നമ്മൾ യാതൊരു വ്യത്യാസവും ഇതുവരെ വന്നിട്ടില്ല. കാരണം മഴയായാലും വെയിലായാലും എല്ലാം കറക്റ്റ് ഒരുപോലെ വർക്ക് ചെയ്യുന്നുണ്ട്. 3 വർഷമായിട്ട് ഞാനിത് യൂസ് ചെയ്യുന്നുണ്ട്. 3 ഇല്ല, 2.5 മുകളിലെ വർഷമായിട്ട് ഞാനിത് യൂസ് ചെയ്യുന്നുണ്ട്. RF ട്രാൻസ്മിറ്ററും റിസീവറും നേരിട്ട് സോൾഡർ ചെയ്യുന്നില്ല ഞാൻ. അതിന് പകരം ഇതേപോലത്തെ ഒരു ഫീമെയിൽ PCB കണക്ടറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ്, ഡിറ്റാച്ച്മെൻറ്റ് ഭയങ്കര ഈസിയാണ്. അറ്റാച്ചിങ്ങും കണക്ട് ചെയ്യണതും ഡിറ്റാച്ച് ചെയ്യണതും ഭയങ്കര ഈസിയാണ്. ജസ്റ്റ് അത് പ്ലഗ് ചെയ്ത് വെച്ചാൽ മതി. അതായത് ഒരു IC എടുത്ത് IC സോക്കറ്റിൽ വെക്കുന്നത് പോലെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. ഇത് ആക്ച്വലി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഫീൽ ചെയ്യും. പക്ഷേ നിങ്ങളിതൊരു കോമൺ ബോർഡിലാണ് അസംബിൾ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കി ഇതിനകത്ത് ഒന്നുമില്ലെന്ന്. അതായത് ഒരു ICയും ഒരു റെസിസ്റ്ററും 4 ട്രാൻസിസ്റ്ററും പിന്നെ കുറച്ച് റെസിസ്റ്ററും മാത്രമേ ഇതിനകത്തുള്ളൂ.
പക്ഷേ ഇത് നിങ്ങൾ ഈ വയറെല്ലാം കൂടെ നെറ്റ്വർക്ക് പോലെ കണക്ട് ചെയ്തേക്കണോണ്ടാണ് ഇതൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. ഇതൊരു PCBയിലോ കോമൺ ബോർഡിലോ അസംബിൾ ചെയ്താൽ വളരെ സിമ്പിളാണ്. മാത്രമല്ല ഇതിൻ്റെ സർക്യൂട്ട് കാണുമ്പോൾ മനസ്സിലാവും. ട്രാൻസ്മിറ്റർ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, അതായത് വളരെ കുറച്ച് കോമ്പോണൻസ് മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. പിന്നെ ഈ ട്രാൻസ്മിറ്ററും റിസീവറും എൻകോഡറും ഡീകോഡറും ഒക്കെ വാങ്ങിക്കേണ്ട ലിങ്ക് ഓൺലൈൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. എൻകോഡറും ഡീകോഡറും ലോക്കൽ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. വില ഏകദേശം 70-80 രൂപയാണെന്ന് തോന്നുന്നു. ഇത്തിരി വിലയുണ്ട് എൻകോഡറും ഡീകോഡറും ICകൾക്ക്. പിന്നെ ഉള്ളത് ട്രാൻസ്മിറ്റർ റിസീവറും ലോക്കൽ മാർക്കറ്റിൽ എനിക്കത് കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ ഓൺലൈനായിട്ടാണ് വരുത്തിയത്. ഓൺലൈനായിട്ട് 2 രീതിയിലുണ്ട് ഉള്ളതുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ ക്രിസ്റ്റൽ ഓസിലേറ്റർ ഉള്ളത്, നമ്മൾ യൂസ് ചെയ്യണ ക്രിസ്റ്റൽ ഓസിലേറ്റർ യൂസ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഉള്ളത് LC ഓസിലേറ്റർ യൂസ് ചെയ്തത്, അത് ഒരു ഗ്രീൻ കളറിൽ വരുന്നതാണ്. അതിനകത്താണെങ്കിൽ കംപ്ലൈൻറ്റുകൾ ഒരുപാടുണ്ട്. വാങ്ങിക്കുന്ന 5 ഒരു 2 വാങ്ങിച്ചാൽ അത് വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഭാഗ്യം. കാരണം അത് എന്താണെന്നുണ്ട്, ചിലരത് വർക്ക് ചെയ്തു എന്ന് പറയുന്നുണ്ട്. എനിക്കത് വർക്ക് ചെയ്ത ഒന്നോ രണ്ടോ പെയർ മാത്രമേ, 5-6 വാങ്ങിച്ചതിൽ 1-2 പെയർ മാത്രമേ വർക്ക് ചെയ്തുള്ളൂ. ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഇടാം, ഞാൻ വാങ്ങിച്ചിട്ട് എന്തൊക്കെയാണ് കംപ്ലൈൻറ്റ് അതിനകത്ത് വന്നതെന്നുള്ളത്. പക്ഷേ ഈ ക്രിസ്റ്റൽ ഓസിലേറ്റർ ഞാൻ 4 പെയർ വാങ്ങിച്ചിട്ടുണ്ട്. 4 പെർഫെക്റ്റ് ആയിട്ട് വർക്കിംഗ് ആണ്, ഒരു കുഴപ്പവും ഫീൽ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഈ ഒരു ക്രിസ്റ്റൽ ഓസിലേറ്റർ ആയിട്ടുള്ള സാധനമാണ്. പിന്നെ ഈ ക്രിസ്റ്റൽ ഓസിലേറ്ററിൻ്റെ ഇതിൻ്റെ റിസീവറിൻ്റെ സൈസ് ഒരല്പം കൂടുതലാണ്, നീളം കൂടിയതാണ്. അത് മാത്രമാണ് ആകെ ഒരു ഡ്രോബാക്ക് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. RF ട്രാൻസ്മിറ്ററും റിസീവറും വെച്ചുള്ള സർക്യൂട്ടുകളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ, നമുക്ക് ട്രാൻസ്മിറ്റർ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ യാതൊരു മാർഗ്ഗവും ഇല്ല. പിന്നെ നമുക്ക് എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ടെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് പിന്നെ അത്ര വലിയ എക്യുപ്മെൻറ്റ്സ് ഒന്നും ഇല്ലല്ലോ. അതുകൊണ്ട് നമുക്ക് ഇത് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ഒരു റിസീവർ മോഡിൽ ഉണ്ടാക്കിയാലേ പറ്റുള്ളൂ. അപ്പോൾ അത് കുഴപ്പമില്ല, കാരണം ട്രാൻസ്മിറ്ററിനകത്ത് ഒരുപാട് കമ്പോണൻസ് ഒന്നും ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നീട് ഇരുന്ന് ടെസ്റ്റ് ചെയ്താലും മതിയാവും. മാത്രമല്ല എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ഫോൾട്ട് ഫൈൻഡ് ചെയ്യാൻ വളരെ ഈസിയാണ് ഇതിനകത്ത്. ആൻറ്റിനയായിട്ട് ഞാൻ കോപ്പർ കോയിലൊന്നും യൂസ് ചെയ്യുന്നില്ല. ഒരു റിബൺ വയർ എടുത്തിട്ട് അതിനെ സ്ലീവ് മാറ്റിയിട്ട് ടിൻ ചെയ്താണ് യൂസ് ചെയ്തേക്കുന്നത്. ഇതൊരു 15 സെൻറ്റിമീറ്ററിൻ്റെ ആൻറ്റിന ആണെങ്കിൽ മാക്സിമം റേഞ്ച് കിട്ടും. പിന്നെ ഞാൻ ടെസ്റ്റിംഗ് പർപ്പസ് ആയതുകൊണ്ട് ചെറിയൊരു ആൻറ്റിനെ ഞാനിത് കൊടുക്കുന്നുള്ളൂ. 15 സെൻറ്റിമീറ്ററിന് മുകളിൽ ആൻറ്റിനയുടെ നീളം കൂട്ടിയിട്ട് കാര്യമില്ല. കാരണം അവർ പറയുന്നത് 15 സെൻറ്റിമീറ്ററിലാണ് മാക്സിമം കിട്ടുന്ന റേഞ്ച്. അതിന് മുകളിൽ എത്ര കൊടുത്താലും ആ റേഞ്ചേ കിട്ടുള്ളൂ. ട്രാൻസ്മിറ്റർ സെക്ഷൻ കംപ്ലീറ്റ് ആയ ഇനി നമുക്ക് പവർ സപ്ലൈ ഫിറ്റ് ചെയ്യാം. പവർ സപ്ലൈയിലേക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു സോളാർ പാനലാണ്. ഈ സോളാർ പാനൽ വാങ്ങിക്കേണ്ട ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇതൊരു 6 വോൾട്ട് സോളാർ പാനലാണ്. ഈ സോളാർ പാനലിൽ നിന്ന് മാക്സിമം 180 mAh നമുക്ക് കിട്ടും. പിന്നെ സോളാർ പാനൽ ഫിക്സ് ചെയ്യുമ്പം മറക്കരുത്, ഈ ഡയോഡ് ഫിക്സ് ചെയ്യണം. കാരണം ഇല്ലെങ്കിൽ നൈറ്റ് ടൈമിൽ റിവേഴ്സായിട്ട് വോൾട്ടേജ് ബാറ്ററിയിൽ നിന്ന് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. പിന്നെ ബാറ്ററിയെ ചാർജ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് നമ്മൾ TP4056 എന്ന് പറയുന്ന ചാർജിങ് മോഡ്യൂളാണ്. അപ്പോൾ ഇതിൻ്റെ ഇൻപുട്ടിൽ 5 വോൾട്ടാണ് കൊടുക്കേണ്ടത്. പക്ഷേ 6 വോൾട്ട് ആയാലും കുഴപ്പമില്ല. പിന്നെ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്തെന്ന് പറഞ്ഞാൽ ബാറ്ററിയെ ഓവർ ചാർജ് ചെയ്യില്ല. ബാറ്ററി ഒരിക്കൽ ഫുൾ ചാർജ് ആയിക്കഴിഞ്ഞാൽ ഇവൻ ബാറ്ററിയിലോട്ടുള്ള ചാർജിങ് ഇത് കട്ട് ചെയ്യും. പിന്നെ മാത്രമല്ല ബാറ്ററി ഡിസ്ചാർജ് ചെയ്യാനും സമ്മതിക്കില്ല. അതായത് ഒരു പർട്ടിക്കുലർ ലെവലിന് താഴെ ബാറ്ററിയുടെ വോൾട്ടേജ് പോയി കഴിഞ്ഞാൽ ഇവൻ അതിനെ അങ്ങ് ഡിസ്കണക്ട് ചെയ്യും. അത് കാരണം നമ്മളെ ലിഥിയം ബാറ്ററി ഹൈലി പ്രൊട്ടക്റ്റഡ് ആയിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്. മാത്രമല്ല വളരെ ചീപ്പായിട്ടുള്ള ഒരു സാധനമാണ് ഇത്. 25 രൂപയെ എന്തോ ഉള്ളൂ ഈ ഒരു മോഡ്യൂളിൻ്റെ വില. അപ്പം നമുക്ക് മനസ്സിലാക്കാം. ഇത് മാത്രമല്ല വളരെ ചെറുതാണ്. ബാറ്ററി ഹോൾഡറിൻ്റെ ബാക്കിൽ തന്നെ നിങ്ങൾക്കൊരു ഡബിൾ സൈഡഡ് ടേപ്പ് ഉപയോഗിച്ച് ഇതിനെ ഫിക്സ് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് വാങ്ങിക്കേണ്ട ഓൺലൈൻ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ലോക്കലായിട്ട് വാങ്ങിക്കുന്നതെങ്കിൽ ഏറ്റവും നല്ലത്. പിന്നെ ഓൺലൈനായിട്ടാണെങ്കിൽ ബൾക്കായിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ 19 രൂപയ്ക്കൊക്കെ കിട്ടും കേട്ടോ ഈ സാധനം. നമ്മൾ സോളാർ ചാർജ് കൺട്രോളേഴ്സ് എന്ന് കേട്ടിട്ടില്ലേ? MPPT സോളാർ ചാർജ് കൺട്രോളർ, പൾസ് വിഡ്ത്ത് മോഡുലേഷൻ ചാർജ് കൺട്രോളർ, അങ്ങനെ അതിന് പകരമല്ല, അതുപോലത്തെ യൂസേജിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ TP4056. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് 5 വോൾട്ടേ ഇൻപുട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അതായത് 6 വോൾട്ടിൽ കുഴപ്പമൊന്നുമില്ല ഇതിനകത്ത് കൊടുക്കുന്നതിൽ പ്രശ്നമൊന്നും വന്നിട്ടില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 2.5 വർഷമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത്, എനിക്കൊരു പ്രശ്നവും വന്നിട്ടില്ല. അപ്പം കാരണം കറണ്ട് കുറവായതുകൊണ്ടാണ് ഒരു പ്രശ്നവും ഇല്ലാത്തത്. കാരണം 180 mAh മാക്സിമം ഇതിന് പീക്ക് ടൈമിൽ,
അതായത് നട്ടുച്ച സമയത്ത് ഒക്കെ നമുക്ക് കിട്ടുന്നത് 180 mAh ആണ്. അത്രയൊന്നും കാണില്ല, 170 ഒക്കെ പ്രതീക്ഷിച്ചാൽ മതി. പിന്നെ ഉള്ളത് അപ്പോൾ അങ്ങനെയുള്ള ഇതിൽ നമുക്ക് ലിഥിയം അയോൺ ബാറ്ററി എന്ന് വെച്ചാൽ 3.7 വോൾട്ട്. അപ്പോൾ അതിലേക്ക് കൺവേർട്ട് ചെയ്യാൻ 6 വോൾട്ടിനെ 3.7 കൺവേർട്ട് ചെയ്ത് ബാലൻസ്ഡ് ചാർജിങ്ങിന് വേണ്ടി ഈ ഒരു സാധനം യൂസ് ചെയ്യുക. അപ്പം ഇതിനെ ഒരു സോളാർ ചാർജ് കൺട്രോളർ എന്ന് പറയുന്ന ഒരു സാധനമായിട്ടാണ് ആക്ട് ചെയ്തേക്കുന്നത്. ഇത് സോളാർ ചാർജ് കൺട്രോളർ അല്ല, പക്ഷെ നമ്മളതിനെ ആക്ട് ചെയ്തേക്കുന്നത് അങ്ങനെയാണ്. ഇതൊരു ജനറൽ പർപ്പസ് ബോർഡിൽ അല്ലെങ്കിൽ കോമൺ ബോർഡിൽ അസംബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ സൈസ് ഭയങ്കര കുറവായിരിക്കും കേട്ടോ. ആ ഐസിയും പിന്നെ കുറച്ച് കോമ്പോണൻസും മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഇത് ഭയങ്കര കുറവായിരിക്കും. ഇതിന് ചെറിയൊരു ബോക്സ് ഫിറ്റ് ചെയ്ത് ബാറ്ററി അതിനകത്ത് ആക്കിയിട്ട് സോളാർ പാനലിൻ്റെ ബാക്കിൽ തന്നെ അങ്ങ് ഫിക്സ് ചെയ്തിട്ട് സോളാർ പാനലിൻ്റെ എഡ്ജുകളിൽ ഒരു പാരപ്പറ്റ് പോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ മഴയൊന്നും പേടിക്കണ്ട, ധൈര്യമായിട്ട് ഇരിക്കാം, ഒരു പ്രശ്നമില്ല. ലൈഫ് ലോങ് അത് അങ്ങനെ തന്നെ വർക്ക് ചെയ്തോളും. കാരണം ബാറ്ററി വളരെ ചെറിയ കറണ്ടിലാണ് ചാർജ് ആവുന്നത്. നമ്മൾ ലിഥിയം അയോൺ ബാറ്ററി ആയതുകൊണ്ട് 1 ആംപിയറിൽ വരെയൊക്കെ നമുക്ക് സുഖമായിട്ട് ചാർജ് ചെയ്യാം. പക്ഷേ നമ്മളിത് ചാർജ് ചെയ്യുന്നത് ഏകദേശം ലെസ് ദാൻ 200 mAh. അതുകൊണ്ട് തന്നെ ഇത് ബാറ്ററിയുടെ ലൈഫ് ഭയങ്കരമായിട്ട് കൂടും. നിങ്ങൾക്ക് ഈ വീഡിയോയെക്കുറിച്ചും അല്ലെങ്കിൽ സർക്യൂട്ടിനെ കുറിച്ചും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റ് എഴുതി ചോദിക്കാൻ മറക്കണ്ട. എൻ്റെ അറിവിൻ്റെ പരമാവധി വെച്ച് ഞാൻ പറഞ്ഞുതരാം. ഇൻ കേസ് എനിക്ക് അറിഞ്ഞൂടാ എങ്കിൽ ഞാൻ വേറെ ആരുടെ അടുത്തെങ്കിലും ചോദിച്ചിട്ടെങ്കിലും നിങ്ങൾക്ക് ഉത്തരം തരാം. പിന്നെ ഉള്ളത് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ, അതായത് ഇങ്ങനെയല്ല ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്, അല്ലെങ്കിൽ ഇത് ഇന്ന രീതിയിൽ ചെയ്തിരുന്നെങ്കിൽ കുറേ കൂടെ കൊള്ളാമായിരുന്നു, അങ്ങനെ വലത്തെ സജഷൻസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എൻ്റെ അടുത്ത് പറയാൻ മടിക്കണ്ട. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതിൻ്റെ അപ്പുറത്തുള്ള ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടും. ട്രാൻസ്മിറ്ററിൻ്റെ അസംബ്ലിങ് ഏകദേശം കംപ്ലീറ്റ് ആയി, ഏകദേശം 95% കംപ്ലീറ്റ് ആയി. നമുക്കിനി ഇത് ഫിക്സ് ചെയ്യണതിൻ്റെ പാടാണ് ചെയ്യുന്നത്. ഡബിൾ സൈഡഡ് ടേപ്പാണ് ഞാനിത് യൂസ് ചെയ്യുന്നത്. TP4056 ചാർജിങ് മോഡ്യൂൾ ഒക്കെ ഞാൻ ഫിക്സ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ഡബിൾ സൈഡഡ് ടേപ്പ് തന്നെയാണ്. പിന്നെ ആ ബാറ്ററി ഹോൾഡറും സോളാർ പാനലിൻ്റെ ബാക്കിലാണ് ഞാൻ ഫിറ്റ് ചെയ്തേക്കുന്നത്, അതും ഡബിൾ സൈഡഡ് ടേപ്പ് ഉപയോഗിച്ച് തന്നെ. ഇനി നമുക്കുള്ളത് വെച്ചാൽ വാട്ടർ ടെർമിനൽസ് ഉണ്ടാക്കാനുള്ളതാണ്. കാരണം ഞാൻ വാട്ടർ ടെർമിനൽസ് ഇതിനകത്ത് കണക്ട് ചെയ്തിട്ടില്ല. അപ്പം ഞാനൊരു ചെറിയ ഇതാണ് യൂസ് ചെയ്യുന്നത്, മൾട്ടിവുഡ് യൂസ് ചെയ്തിട്ട് മൾട്ടിവുഡിൽ ബെൽറ്റ് വയർ, നമ്മൾ റിബൺ വയർ, അതിൻ്റെ സ്ലീവ് മാറ്റിയാണ് ഓരോരോ ലെങ്തിൽ കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഗ്ലൂ ഗണ്ണിട്ട് ഫിക്സ് ചെയ്യുകയാണ്. കാരണം വെള്ളത്തിനകത്ത് പോകുന്നതായതുകൊണ്ട് ഞാൻ ഇത് യൂസ് ചെയ്യുന്നില്ല, ഡബിൾ സൈഡഡ് ടേപ്പ് യൂസ് ചെയ്യുന്നില്ല. ഞാനൊരു ഗ്ലൂ ഗൺ വെച്ച് ഫിക്സ് ചെയ്യുകയാണ്. എന്നിട്ട് ഇതിൻ്റെ കോമൺ ടെർമിനലും 25%, 50%, 75%, 100% ഉള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഫിക്സ് ചെയ്താൽ മതിയാവും. നിങ്ങൾ റിയലായിട്ട് ഇതിനെ വാട്ടർ ടാങ്കിലോട്ട് ഇടുമ്പം ഈ വയറും വാട്ടർ ടെർമിനൽ, അതായത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് യൂസ് ചെയ്യുന്നത്, വയറും വാട്ടർ ടെർമിനലും തമ്മിൽ കണക്ട് ചെയ്യൂല, അവിടെ സീൽ ചെയ്യണം. അത് ഒന്നുകിൽ MCL ഉപയോഗിച്ച് സീൽ ചെയ്യണം, ഇല്ലെങ്കിൽ സിലിക്ക സീലൻ്റ് ഉപയോഗിച്ച് സീൽ ചെയ്യണം. അതായത് ഈർപ്പം ഒരല്പം പോലും ടച്ച് ചെയ്താൽ അത് കൊറോസീവ് ആവും, പിന്നീട് അത് കണക്ഷനൊന്നും കിട്ടില്ല. അപ്പോൾ അത് ശ്രദ്ധിച്ചോണം. ഇല്ലെങ്കിൽ ഒരു PVC കുഴലിനകത്ത് ഇത് ഫിക്സ് ചെയ്തിട്ട് അതിൻ്റെ ടെർമിനൽസിനെ സീൽ ചെയ്തെടുത്താലും മതിയാവും. ഒരിക്കലും ഗ്ലൂ സ്റ്റിക്ക് ഉപയോഗിച്ചൊന്നും സീൽ ചെയ്യാൻ നോക്കരുത്. ഗ്ലൂ സ്റ്റിക്കൊന്നും ഒരിക്കലും ഒരു 100% വാട്ടർ സീൽഡ് ആയിട്ടുള്ള ഒരു സാധനമല്ല. വെറുതെ സമയം കളയാന്നല്ലാതെ ഗ്ലൂ സ്റ്റിക്ക് വെച്ച് ഗ്ലൂ ഗൺ ഉപയോഗിച്ചൊന്നും സീൽ ചെയ്യാൻ ശ്രമിക്കരുത് കേട്ടോ. ട്രാൻസ്മിറ്ററിൻ്റെ ഫുൾ അസംബ്ലി കഴിഞ്ഞു. ഇനി നമുക്ക് റിസീവർ അസംബിൾ ചെയ്യാൻ തുടങ്ങാം. ട്രാൻസ്മിറ്റർ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ റിസീവർ വേണം. സോ നമുക്കിനി റിസീവർ അസംബ്ലിങ് തുടങ്ങാം. ഞാൻ ഇവിടെ മാത്രമല്ല കേട്ടോ ഈ 433 MHz ട്രാൻസീവർ യൂസ് ചെയ്യുന്നത്. ട്രാൻസീവർ എന്ന് വെച്ചാൽ ട്രാൻസ്മിറ്റർ പ്ലസ് റിസീവർ, അതിനെ കോമൺ ആയിട്ട് പറയുന്ന പേരാണ് ട്രാൻസീവർ. ഞാൻ ഇവിടെ മാത്രമല്ല, ഞാൻ എൻ്റെ അതായത് വരുന്ന വീഡിയോസിൽ ഒരു 4 ways റിമോട്ട് സ്വിച്ചായിട്ടും നമുക്ക് ഇതിനെ യൂസ് ചെയ്യാം. ആ വീഡിയോ ഞാൻ വരുന്നുണ്ട്. അതായത് 4 സ്വിച്ച് നിങ്ങൾക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന, മൈക്രോ സ്വിച്ച് ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന 4 way സ്വിച്ച്, അതായത് റിമോട്ട് സ്വിച്ച്, അതും ഞാൻ എൻ്റെ ഇതിലുണ്ട്. ഞാൻ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ മൾട്ടിപ്ലെക്സറും കൂടെ യൂസ് ചെയ്തിട്ട് 10 ചാനൽ സ്വിച്ച്, അതായത് നിങ്ങൾക്ക് 10 മൈക്രോ സ്വിച്ച് വെച്ചിട്ട് 10 ഡിഫറൻ്റ് ആയിട്ടുള്ള റിലേസിനെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന അതിൻ്റെ സർക്യൂട്ടും ഉടൻ വരുന്നതാണ്. അവിടെയും ഇതേ RF സാധനം തന്നെയാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇതേ എൻകോഡർ HT12Dയും HT12Eയും തന്നെയാണ് യൂസ് ചെയ്തേക്കുന്നത്. അതിൻ്റെ കൂടെ കുറച്ച് മൾട്ടിപ്ലെക്സറും കൂടെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനത്തെ വീഡിയോയും വരുന്നുണ്ട്. പിന്നെ മൊബൈൽ റോക്കറ്റ് ലോഞ്ചറുണ്ട്, അതും വരുന്നുണ്ട്. അതായത് RF ഉപയോഗിച്ച് മൊബൈലായിട്ട് നിങ്ങൾക്ക് റോക്കറ്റിനെ ലോഞ്ച് ചെയ്യാം. അത് മൂവബിൾ, അതായത് ലെഫ്റ്റും റൈറ്റും ഫോർവേഡും ബാക്ക്വേഡും ഒക്കെ ഉണ്ട്. പ്ലസ് നിങ്ങൾക്ക് ഇതും റോക്കറ്റിനെ കൂടെ ലോഞ്ച് ചെയ്യാം. അതും വീഡിയോ വരുന്നുണ്ട്. സോ സ്റ്റേ ട്യൂൺ ടു മൈ ചാനൽ ഗഗനോയിഡ്.
ഇപ്പം നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകും ഈ RF ട്രാൻസീവർ എന്ന് പറയുന്ന സാധനം ഒരു അടിപൊളി സാധനമാണെന്നല്ലേ. അത് സത്യം തന്നെയാണ്. ഇത് വെച്ച് നമുക്ക് ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ഈവൻ റോക്കറ്റ് ലോഞ്ചർ ഞാൻ പറഞ്ഞല്ലോ, അത് ഞാൻ ഉണ്ടായിക്കൊണ്ടിരിക്കുക. അത് താമസിക്കാതെ അപ്ലോഡ് ചെയ്യാം, കാരണം അത് ഒത്തിരി ലെങ്തി ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. കുഴപ്പമില്ല, ഞാനത് കംപ്ലീറ്റ് ചെയ്യും. പിന്നെ ഉള്ളത് അത് കഴിഞ്ഞിട്ട് നമുക്ക് ബോട്ടിൽ റോക്കറ്റ് ഫിക്സ് ചെയ്ത് ഒരു 8 റോക്കറ്റ് വെച്ചിട്ട് അതിനെ കൺട്രോൾ ചെയ്യുന്നത് ഉണ്ടാക്കാം ബോട്ടിൽ. പിന്നെ ബോട്ടിൻ്റെ ലെഫ്റ്റ് റൈറ്റ് അതും നമുക്ക് ഇത് വെച്ച് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിനേക്കാൾ ഇത്തിക്കൂടെ റേഞ്ച് കൂടിയ ട്രാൻസ്മിറ്റർ ഉണ്ട് കേട്ടോ. ഞാനത് നോക്കുന്നുണ്ട്. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടുകയാണെങ്കിൽ അതും കൂടെ വെച്ച് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. അതായത് ഏകദേശം 1, 2, 3 കിലോമീറ്റർ റേഞ്ചിലുള്ള ട്രാൻസ്സീവർ നമുക്ക് സിഗ്നൽ അത് ഇന്ത്യയിൽ അവൈലബിൾ ആണോ എന്നാണ് എനിക്ക് അറിയേണ്ടത്. ഞാനത് നോക്കിക്കൊണ്ടിരിക്കുക. കിട്ടുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എന്തോന്നാലും അപ്ഡേറ്റ് ചെയ്യാം. പിന്നെ ഇത് വെച്ച് ബലൂണൊക്കെ നമുക്ക് മുകളിലോട്ട് ഇത് ചെയ്യാൻ പറ്റും കേട്ടോ. അതായത് ബലൂൺ ഹൈഡ്രജൻ ബലൂൺ മുകളിലോട്ട് വെച്ചിട്ട് അത് ഉപയോഗിച്ച് റിലേ വെച്ച് അതിനകത്ത് ഓരോരോ പരിപാടികൾ ഒപ്പിക്കണം. അതും ഈ സാധനം വെച്ച് ചെയ്യാൻ പറ്റും. ഒരു 600-700 മീറ്റർ ലൈൻ ഓഫ് സൈറ്റ് മുകളിലോട്ട് പോകുമ്പോൾ ലൈൻ ഓഫ് സൈറ്റ് നമുക്ക് ഒരുപാട് കിട്ടും. അപ്പം മാക്സിമം കിട്ടും. അപ്പം അത് ഒരു 600-700 മീറ്റർ മുകളിൽ വരെയൊക്കെ കൊണ്ടുപോയിട്ട് കൺട്രോൾ ചെയ്യാൻ നമുക്കിത് ഈ ഒരു ട്രാൻസീവർ യൂസ് ചെയ്താൽ മതിയാവും. പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മാത്രം നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടല്ലോ, ടെക്നിക്കലി സൗണ്ടായിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കണേ. മാത്രമല്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ അപ്പുറത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. സാധാരണ നമ്മൾ ട്രാൻസീവർ വെച്ച് അസംബിൾ ചെയ്യുമ്പം റിസീവർ സെക്ഷനാണ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നേരെ തിരിച്ചാണ്. ഇവിടെ വാട്ടർ ലെവൽ ഇൻഡിക്കേറ്റർ ആയതുകൊണ്ടാണ് റിസീവർ സെക്ഷൻ ഒരല്പം ഈസിയാണ്. മറ്റേ ട്രാൻസ്മിറ്ററിനെ വെച്ച് കമ്പയർ ചെയ്യണമെങ്കിൽ കുറച്ചുകൂടെ ഈസിയാണ് അസംബിൾ ചെയ്യാൻ. കാരണം ഒരുപാട് കമ്പോണൻസ്, കാരണം നമ്മൾ ട്രാൻസിസ്റ്റർ ഉപയോഗിച്ച് സ്വിച്ച് ഒന്നും ചെയ്യുന്നില്ലല്ലോ. ഡയറക്റ്റായിട്ട് ഡീകോഡറിൻ്റെ ഔട്ട്പുട്ട് എടുത്തിട്ട് നമ്മൾ LED കൊടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ കോംപ്ലിക്കേഷൻ ഭയങ്കര കുറവാണ് കേട്ടോ ഇതിന്. ഞാൻ ഉണ്ടാക്കുന്ന 4 ചാനൽ സ്വിച്ച്, 10 ചാനൽ സ്വിച്ച്, മൊബൈൽ റോക്കറ്റ് ലോഞ്ചർ, ഇതിനകത്തൊക്കെ ആണെങ്കിൽ റിസീവർ സെക്ഷൻ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. കാരണം അവനകത്ത് ഒരു ഡെക്കേഡ് കൗണ്ടറൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് സ്വിച്ച് ചെയ്യാൻ, പിന്നെ റിലേസ് സ്വിച്ച് ചെയ്യാൻ വേണ്ടി. പക്ഷേ മൊബൈൽ റോക്കറ്റ് ലോഞ്ചറിന് ഡെക്കേഡ് കൗണ്ടർ ഇല്ല. കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടെ സിമ്പിളാണ്. പക്ഷേ ഉണ്ട്, കുറച്ച് കോംപ്ലിക്കേഷൻ ഉണ്ട് അതിനകത്തും. പക്ഷേ എളുപ്പമാണ്, പേടിക്കേണ്ട. ഫുൾ സർക്യൂട്ട് കൊടുത്തിട്ടുണ്ട്. സർക്യൂട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് സെക്ഷൻ ബൈ സെക്ഷനായിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇലക്ട്രോണിക്സ് പഠിച്ച് വരുന്ന ആൾക്കാർക്ക് പോലും ഉണ്ടാക്കാൻ പറ്റുന്ന വിധത്തിലാണ് ഞാൻ വീഡിയോ ചെയ്തേക്കുന്നത്. മാത്രമല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഞാൻ സർക്യൂട്ട് ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് സർക്യൂട്ട് ഡയഗ്രാം കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ്. ഇത് ഇത്രയേ ഉള്ളൂ എന്നൊക്കെയാണ്. കാരണം നിങ്ങൾ പഠിച്ചു വരുന്നവർ പേടിക്കേണ്ട. കുറച്ചുകൂടെ കഴിയുമ്പോൾ ഒരു വർഷം കഴിയുമ്പോൾ നിങ്ങളും ഏകദേശം ആ ഒരു ലെവലിലോട്ട് മാറും. പിന്നെ ഇലക്ട്രോണിക്സിൻ്റെ ബേസിക് പഠിക്കാൻ ആഗ്രഹമുള്ളവർ വല്ലതും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം. ഞാൻ അങ്ങനെയാണെങ്കിൽ അങ്ങനത്തെ ചെറിയ വീഡിയോസ് ഷോർട്സ് ആയിട്ട്, അതായത് 1 മിനിറ്റുള്ള വീഡിയോസ് ഇടാം. ഫോർ എക്സാമ്പിൾ റെസിസ്റ്ററിൻ്റെ കളർ കോഡ് ഐഡൻറ്റിഫൈ ചെയ്യണതും, ട്രാൻസിസ്റ്റർ NPN ആണോ PNP ആണോ എന്ന് കണ്ടുപിടിക്കുന്നതും, പിന്നെ ട്രാൻസിസ്റ്റർ എവിടേക്കാണ് ഏതൊക്കെ ടൈപ്പ് ട്രാൻസിസ്റ്റേഴ്സാണ് യൂസ് ചെയ്യുന്നത്, അങ്ങനത്തെയൊക്കെ ചെറിയ ഷോർട്സ് വീഡിയോസ് ഞാൻ ഇടാം. അതാകുമ്പം നിങ്ങളുടെ ടൈം ഒരുപാട് എടുക്കുകയില്ല, എന്നാൽ നിങ്ങൾക്ക് വാല്യുബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടുകയും ചെയ്യും. അങ്ങനെയുള്ള വല്ലതും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് എഴുതി പറയണേ. ഞാൻ അങ്ങനെയാണെങ്കിൽ ഞാൻ അതും കൂടെ തുടങ്ങാം. ഇലക്ട്രോണിക്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്ന് പറയുമ്പോൾ അത് PCBയിൽ അസംബിൾ ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. സർക്യൂട്ട് നോക്കി അതുപോലെ അങ്ങ് അസംബിൾ ചെയ്താൽ മതി. പക്ഷേ അസംബിൾ ചെയ്തതിന് ശേഷം ഈ സാധനങ്ങളെ മെക്കാനിക്കലായിട്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഫിക്സ് ചെയ്യുന്ന ഒരു ഇതുണ്ടല്ലോ, അവിടെയാണ് എല്ലാവരും ഒന്ന് താന്നു പോകുന്നത്. അതായത് ടൈം കൺസ്യൂം ചെയ്യുന്നത് അവിടെയാണ്. ഫോർ എക്സാമ്പിൾ ഒരു എക്സാമ്പിൾ മൊബൈൽ റോക്കറ്റ് ലോഞ്ചർ സർക്യൂട്ട് വളരെ പെട്ടെന്ന് നമുക്ക് അസംബിൾ ചെയ്യാൻ പറ്റും. വിത്തിൻ ഒരു അരമണിക്കൂർ, 3/4 മണിക്കൂർ അല്ലെങ്കിൽ മാക്സിമം 1 മണിക്കൂറുണ്ട് സർക്യൂട്ട് മുഴുവൻ അസംബിൾ ചെയ്യാം. കംപ്ലീറ്റ് സർക്യൂട്ട് ഇൻക്ലൂഡിങ് റിലേ, ബാറ്ററി ഉൾപ്പെടെ നമുക്ക് അസംബിൾ ചെയ്യാം. പക്ഷേ ഇതിനെ പിന്നെ റോക്കറ്റ് ലോഞ്ചറിലോട്ട് ഇത് ചെയ്യണ്ടേ, മിസൈൽ ട്യൂബിലോട്ടും പിന്നെ നമ്മൾ ഇതുണ്ടല്ലോ ഫിലമെൻറ്റിലോട്ടും, അതായത് ഇഗ്നിഷൻ ഫിലമെൻറ്റിലോട്ടൊക്കെ കണക്ട് ചെയ്യണം. അവിടെയും പിന്നെ ഈ റോക്കറ്റിനെ ഈ സാധനങ്ങളെ മുഴുവൻ കാറിൻ്റെ മുകളിൽ, അതായത് മൊബൈൽ യൂണിറ്റിനകത്ത് ഫിക്സ് ചെയ്യണ്ടേ. അങ്ങനെ അവിടെയൊക്കെയാണ് ആക്ച്വലി ടൈം കൺസ്യൂം ചെയ്യുന്നത്. കാരണം ഫിക്സ് ചെയ്യാനും കറക്റ്റ് വളരെ കുറഞ്ഞ വയർ ലെങ്തിലൊക്കെ ഫിക്സ് ചെയ്യാനും എന്നൊക്കെ ഉള്ള ഒരു ഇതിൽ അവിടെയാണ് ആൾക്കാർ കൂടുതൽ ക്രിയേറ്റീവ് ആവേണ്ടത്. അസംബ്ലിംഗ് എല്ലാം ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ആ 1K റെസിസ്റ്ററിൻ്റെ ലീഡ് വിട്ടുപോയിട്ടുണ്ട്. അത് സോൾഡർ ചെയ്തത് വിട്ടുപോയതാണ്. അത് ഞാൻ സോൾഡർ ചെയ്യാം. റിസീവർ സെക്ഷനിൽ 5 വോൾട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. പക്ഷേ തൽക്കാലം ടെസ്റ്റിങ്ങിന് ഞാൻ 3.7 വോൾട്ടിൻ്റെ ലിത്തിയം അയോൺ ബാറ്ററിയാണ് റിസീവറിൽ കൊടുക്കുന്നത്. ഈ ബാറ്ററി ട്രാൻസ്മിറ്ററിലും ഞാൻ യൂസ് ചെയ്യും. പിന്നെ നമുക്ക് സർക്യൂട്ട് ഒന്ന് നോക്കിയാൽ ഇതാണ് ട്രാൻസ്മിറ്റർ സർക്യൂട്ട്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. മറ്റേ വാട്ടർ ടെർമിനൽ ഉള്ളതുകൊണ്ടാണ് ഇത്തിരി കോംപ്ലിക്കേറ്റഡ് പോലെ ഫീൽ ചെയ്യണം. പക്ഷേ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല, വളരെ സിമ്പിളാണ്. എല്ലാം ഫുൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്.
ഇത് റിസീവറും ഒട്ടും കോംപ്ലിക്കേറ്റഡ് അല്ല. LED പ്രൊട്ടക്ഷൻ്റെ റെസിസ്റ്റേഴ്സൊക്കെ വരുന്നതുകൊണ്ടാണ് ഇത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നത്. ഇനി നമുക്ക് ടെസ്റ്റിംഗ് ചെയ്യാമേ. ഇതിനകത്ത് റിസീവർ സെക്ഷനിൽ പവർ ഓണും ട്രാൻസ്മിറ്ററിൻ്റെ പവർ ഓഫും ആണെങ്കിൽ വാട്ടർ ലെവൽ LEDs 4 കത്തിക്കിടക്കുകയും ചെയ്യും, സിഗ്നൽ LED ഓഫ് ആയിരിക്കും. ഇനി എപ്പോഴാണ് ട്രാൻസ്മിറ്റർ ഓൺ ചെയ്യുന്നത് ആ സമയത്ത് ബൈൻഡിങ് നടക്കുകയും സിഗ്നൽ LED ഓൺ ആവുകയും വാട്ടർ ലെവലിൻ്റെ LEDs ഓഫ് ആവുകയും ചെയ്യും. ഇനി നോക്കിക്കോ, ഞാൻ ഓരോന്നായിട്ട് വെള്ളം ഒഴിക്കണമനുസരിച്ച് ഇനി ട്രാൻസ്മിറ്ററിൽ നിന്ന് സിഗ്നൽ കൃത്യമായിട്ട് റിസീവർ കിട്ടും. ആ ട്രാൻസ്മിറ്റർ റിസീവർ അടുത്തടുത്ത് തന്നെയാണ് കേട്ടോ ഇരിക്കുന്നത്. ഞാൻ 2 ക്യാമറ ഉപയോഗിച്ചാണ് ഇത് ഷൂട്ട് ചെയ്തേക്കുന്നത്. ഒരെണ്ണം വാട്ടർ ലെവലിനെ പോയിൻ്റ് ചെയ്തും ഒരെണ്ണം റിസീവറിനെ പോയിൻ്റ് ചെയ്യും. നിങ്ങൾക്ക് കാണാം വെള്ളം ഒഴിക്കണമനുസരിച്ച് ഓരോരോ LED വീതം കത്തുന്നതായിട്ട്. ഞാൻ ഒരു ഗ്ലാസ് സ്പീക്കറിനകത്ത് നമ്മളെ വാട്ടർ ടെർമിനൽസ് മറ്റേ മൾട്ടിവുഡിനകത്ത് ഫിക്സ് ചെയ്തില്ലേ നമ്മുടെ റിബൺ വയർ, അതിനെ ജസ്റ്റ് ഒന്ന് ഇറക്കി വെച്ചിട്ടേ ഉള്ളേ. നിങ്ങൾക്ക് കാണാം ഓരോന്നായിട്ട് വെള്ളം നിറയുന്നതനുസരിച്ച് ഓരോ LED ആയിട്ട് കത്തുന്നത്. അത് വയർലെസ് ആയിട്ട് ഒരു കണക്ഷനും ഇല്ല തമ്മിൽ. കാരണം 2 ബാറ്ററിയിലാണ് കണക്ട് ചെയ്തേക്കുന്നത്, 2 ഡിഫറെൻറ്റ് ബാറ്ററിയിലാണ് കണക്ട് ചെയ്തേക്കുന്നത്. വളരെ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. 75% ആ വാട്ടർ ലെവലിനനുസരിച്ച് 100% കത്തുന്നത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാം. ഇപ്പോൾ ബസറിൻ്റെ സൗണ്ട് കേൾക്കുന്നത് നിങ്ങൾക്ക് അറിയാം, ഹൈ ആകുമ്പോൾ. ബസറിന് ഒരു സ്വിച്ച് വെച്ചിട്ടില്ല, ഒരു സ്വിച്ച് കണക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇത് ഓഫ് ചെയ്തിടാനും പറ്റും. ഇനി നമുക്ക് ബാറ്ററി ചാർജിങ് നോക്കാം. സോളാർ വെച്ചാണല്ലോ ഇത് ചാർജ് ആവണം. ഏത് ട്രാൻസ്മിറ്ററിൻ്റെ നിങ്ങൾക്ക് കാണാം ബ്ലൂ LED കത്തിക്കിടക്കണം. ആ ബ്ലൂ LED കത്തിക്കിടക്കുന്നതിന് കാരണം എന്ന് പറഞ്ഞാൽ ബാറ്ററി ഫുൾ ചാർജഡ് ആയതുകൊണ്ടാണ്. ഇനി ബാറ്ററിക്ക് ചാർജ് കുറവാണെങ്കിൽ റെഡ് LED കത്തിയേനെ. കാരണം ഇപ്പം ഇന്ന് നോക്കിയാൽ അറിയാം ഫുൾ ക്ലൗഡിയാണ്, ഫുൾ കാർമേഘം കൊണ്ട് നിറഞ്ഞിറക്കാൻ, സൂര്യപ്രകാശമൊന്നുമില്ല. എന്നിട്ടും ആ ബ്ലൂ LED കത്തിക്കണം. ആ ബ്ലൂ LED കത്തുന്നതിന് ആവശ്യമായുള്ള കറണ്ട് അതിന് കിട്ടുന്നത് സോളാർ പാനലിൽ നിന്നാണ്. അപ്പം ഈ ചെറിയ വെളിച്ചത്തിൽ തന്നെ അതിനകത്ത് ഏകദേശം കറണ്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇത് നന്നായിട്ട് ചാർജ് ആവും വെയിലുള്ളപ്പം. ഇനി നമുക്ക് 2 ട്രാൻസ്മിറ്ററും റിസീവറും 2 അടുത്ത് വയ്ക്കാം. എൻ്റെ ട്രാൻസ്മിറ്റർ ഇരിക്കുന്ന വെളിയിൽ ബാൽക്കണിയിലാണ്, റിസീവർ അകത്ത് എൻ്റെ ടേബിളിൻ്റെ പുറത്തും, അതായത് എൻ്റെ സ്റ്റുഡിയോയിലെ ടേബിളിൻ്റെ പുറത്തും. ഇതിപ്പം നിങ്ങൾക്ക് കാണാം രണ്ടും തമ്മിൽ ഒരു 3 റൂമിൻ്റെ അപ്പുറത്താണ് ഇത് വെച്ചേക്കുന്നത്. ആ 3 റൂമിൻ്റെ അപ്പുറത്ത് നിന്നിട്ടും ഇത് വ്യക്തമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോയ്ക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ അപ്പുറത്തുള്ള ചെറിയ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. ദിസ് ഈസ് ഗഗനോയിഡ് സൈനിങ് ഓഫ്. അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് വരെ ചെറിയൊരു ഇടവേള.